നമസ്കാരം. ഇന്ത്യയിലെ പരമ്പരാഗത ടൂ വീലർ നിർമ്മാതാക്കളിൽ ഇനിയും വൈദ്യുത വാഹന വിഭാഗത്തിലേക്ക് ചുവട് വെച്ചിട്ടില്ലാത്ത കമ്പനിയാണ് ഹോണ്ട. രാജ്യത്തെ സ്കൂട്ടർ രംഗം ആക്റ്റീവ് എന്ന ഒറ്റ മോഡലിന്റെ ബലത്തിൽ അടക്കി ഭരിക്കുന്ന ഹോണ്ട എന്താണ് ഇത്ര വൈകിയതെന്ന് മാത്രമാണ് പലർക്കും അറിയാനുള്ളത്. എന്നാൽ ലേറ്റാവന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന രജനീകാന്തിന്റെ ഡയലോഗ് അനുസ്മരിപ്പിക്കുന്ന ഹോണ്ട നവംബർ 27-ാം തീയതി കലണ്ടറിൽ കുറിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതും ഞെട്ടിക്കാൻ തന്നെയാണ് അവർ പോകുന്നതെന്ന് വേണമെങ്കിൽ പറഞ്ഞാലും തെറ്റില്ല. ഇന്ത്യൻ വിപണിയിൽ ഹോണ്ടയുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ അവതരിപ്പിക്കാൻ പോകുന്നത് 27-ാം തീയതിയാണ്. ലോഞ്ചിന് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഉപഭോക്താക്കളിൽ ആവേശം വർദ്ധിപ്പിക്കുന്നതിനായി ഓരോ ദിവസവും ഹോണ്ട പുത്തൻ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സ്കൂട്ടർ വിപണിയിലെ കിരീടം വയ്ക്കാത്ത രാജാവായ ആക്ടീവയുടെ ഇലക്ട്രിക് പതിപ്പായിരിക്കും കന്നി EV എന്നാണ് അറിയാൻ കഴിയുന്നത്. ആക്ടിവ EV ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഹൈപ്പ് ഉയർത്തിക്കൊണ്ട ടീസർ വീഡിയോകൾ ഹോണ്ട തുടർച്ചയായി പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോണ്ട ഇപ്പോൾ പുറത്തിറക്കിയ പുതിയ ടീസർ വീഡിയോയിൽ നിന്ന് ആക്ടിവ EVയെക്കുറിച്ചുള്ള പ്രധാന വിവരം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹോണ്ടയുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിൽ റിമൂവബിൾ ബാറ്ററി പാക്കുകളാണ് സജ്ജീകരിക്കുന്നത് എന്നാണ് വിവരം. ഹോണ്ട പുറത്തിറക്കിയ പുതിയ ടീസർ വീഡിയോയിൽ ആക്ടിവ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സീറ്റിനടിയിൽ നീക്കം ചെയ്യാൻ സാധിക്കുന്ന 2 ബാറ്ററികൾ കാണാൻ സാധിക്കും. ഇത് ബാറ്ററി ചാർജിങ്ങിനെ കുറിച്ചുള്ള ഉപഭോക്താക്കളുടെ ഉത്കണ്ഠയും ഇല്ലാതാക്കും. ബാറ്ററി റീചാർജ് ചെയ്യാൻ ഏറെ സമയമെടുക്കുന്നു എന്നതാണ് EVകളുടെ ഒരു പോരായ്മയായി പലരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങാൻ മടിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പുതിയ ആക്ടിവ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയാൽ ആ ഒരു പേടി വേണ്ട. ഇതിൽ നൽകിയിരിക്കുന്ന ബാറ്ററികൾ നീക്കം ചെയ്യാൻ സാധിക്കുന്നതിനാൽ തന്നെ ഒന്ന് ചാർജ് ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തേതിൻ്റെ പവറിൽ സഞ്ചരിക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ ഹോണ്ട വിൽക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഈ സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായി വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ മോഡലിലും ഇതേ സൗകര്യം നൽകുകയാണ് ഹോണ്ട. പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിൽ 2 റൈഡിംഗ് മോഡുകൾ വരുമെന്നാണ് സൂചന. സ്റ്റാൻഡേർഡ് മോഡലിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന് 104 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പോർട്ട് മോഡലിൽ 80 മുതൽ 85 കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതിയാകും. ഒരു സമർപ്പിത EV പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്നതിന് പകരം ആക്ടിവയിൽ ചില മാറ്റങ്ങൾ വരുത്തിയായിരിക്കും ഈ മോഡൽ പണിയുക. വികസന ചെലവ് കുറയ്ക്കാനായിട്ട് വേണ്ടിയാണ് ഹോണ്ട ICE പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി EV ഒരുക്കുന്നത്. ചെലവ് നിയന്ത്രിക്കുന്നതിനായി വരാനിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിലും സാധാരണ പെട്രോൾ ആക്ടിവയുടെ അതേ ഘടന തന്നെയായിരിക്കും ബോഡി പാനലുകളും ഉപയോഗിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്കൂട്ടറിന് മുന്നിൽ ടെലസ്കോപ്പിക് ഫോർക്കും പിന്നിൽ മോണോഷോക്കുമായിരിക്കും സസ്പെൻഷൻ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത്. മുൻവശത്ത് ഡിസ്ക്, പിന്നിൽ ഡ്രം, അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഡ്യൂട്ടി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിലവ് കുറയ്ക്കേണ്ടതിനാൽ തന്നെ ആക്ടിവ ഇലക്ട്രിക്കിൽ ധാരാളം ഫീച്ചറുകൾ ഉണ്ടായേക്കില്ല. ഇതിനോടകം തന്നെ വിപണിയിൽ ശക്തമായ സാന്നിധ്യമായി മാറിയ TVS iQube, ഏതർ റിസ്ത, ഏതർ 450X, ബജാജ് ചേതക, ഒല S1 ശ്രേണി എന്നിവയ്ക്കെതിരെ മത്സരിക്കുന്നതിനാൽ തന്നെ എത്രത്തോളം ഫീച്ചർ റിച്ചാണ് ഈ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ എന്നതും കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. വിപണിയിൽ മത്സരം അതിശക്തമായതിനാൽ തന്നെ EVക്ക് ഹോണ്ട മത്സരാധിഷ്ഠിതമായ വില നിർണ്ണയം നടത്തും. ഇലക്ട്രിക് സ്കൂട്ടർ ഏകദേശം 1 ലക്ഷം രൂപ പ്രാരംഭ വിലയിലായിരിക്കും ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചേക്കുക. കുറഞ്ഞ വിലയും 100 കിലോമീറ്റർ റേഞ്ചിനുമൊപ്പം ഹോണ്ടയുടെ വമ്പൻ വിപണി സാന്നിധ്യം കൂടിയാകുന്നതോടെ ഈ ഒരു പുത്തൻ സ്കൂട്ടർ ഹിറ്റടിക്കാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതലും.